ഇന്നലെ രാത്രി ഞാൻ പുറത്തു പോയിട്ട് തിരിച്ചു വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 9:30 മണിയായി കാണും. അപ്പോൾ ഗേറ്റ് പൂട്ടിയാണ് ഞാൻ ഭാഗത്തേക്ക് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഗേറ്റ് വളരെ ശബ്ദത്തിൽ തുറക്കുന്നൊരു സൗണ്ട് കേട്ടു. അപ്പോൾ ഗേറ്റിൻ്റെ കുളത്ത് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കൈ കഴുകാതെ തന്നെ എന്താണ് ഇത്രയും രാത്രി ഒരാരാണെന്ന് വിചാരിച്ച് പെട്ടെന്ന് ചെന്ന് നോക്കുമ്പോൾ, പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഒരാൾ ഒരു ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, സ്കൂട്ടർ എടുത്തിട്ട് പോവുകയാണ്. അതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ഗേറ്റിൻ്റെ അടുത്തേക്ക് ചെന്ന് ഒന്നുകൂടി അവിടെയൊക്കെ നോക്കി ഗേറ്റ് പൂട്ടി കുളത്തിട്ടിട്ട് തിരിച്ച് വീണ്ടും വന്നു. ആരോ എന്തോ എന്നുള്ളതൊരു നമ്മൾ വലിയ കാര്യമായിട്ടത് എടുത്തില്ല. അതിന് ശേഷം തിരിച്ചിവിടെ വന്ന് വീട്ടിൽ വന്ന് ഇരുന്ന് ഒരു TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 10 മണി സമയത്ത് പുറത്തൊരു ബഹളം കേൾക്കുകയാണ്. അപ്പം ഞാൻ മോളോടും ചോദിച്ചു എന്താണ് അവിടെ ഒരു ബഹളം. അപ്പോൾ ചിലപ്പോൾ ഈ കുട്ടികൾ വല്ല ചെറുപ്പക്കാരങ്ങനെ ഇങ്ങനെയൊക്കെ ബഹളം വെച്ചൊക്കെ പോകാറുണ്ട്. അപ്പോൾ അതുവല്ല ആണോ എന്ന് വിചാരിച്ച് ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഇവിടുന്ന് ഇറങ്ങിയായിട്ട് ചെല്ലുന്ന സമയത്ത് ഒരാൾ ബൈക്കിന് റോട്ടിൽ നിൽക്കുന്നുണ്ട്. ആൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് എന്തോ ആക്രോശിക്കുന്നുണ്ട്, പുള്ളി എന്തൊക്കെയോ ഷൗട്ട് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇയാൾ ആ കൂട്ടത്തിൽ മാങ്കൂട്ടത്തിൽ തൊട്ടാൽ തീർത്ത് കളയും എന്നൊക്കെ പറഞ്ഞു ഞാൻ അങ്ങോട്ട് നീങ്ങുമ്പോഴേക്കും വീണ്ടും ബൈക്ക് എടുത്തിട്ട് ആൾ പോവുകയാണ് ചെയ്തത്. ഇതാണ് സംഭവം ഉണ്ടായത്. അപ്പോൾ രാത്രി തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യണം എന്ന് നമ്മൾ ആലോചിച്ചെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ ആളുകളെയൊക്കെ വിളിക്കണമെന്ന് വിചാരിച്ചെങ്കിലും പിന്നെ അത്രയും സമയമായതുകൊണ്ട് ആരെയും ലേറ്റ് ആയതുകൊണ്ട് ആരെയും വിളിച്ചില്ല. വിളിക്കാതെ നേരം വെളുത്തപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായിട്ട് പങ്കുവച്ചു. അപ്പോൾ ഉടനെ തന്നെ സ്റ്റേഷനിൽ പരാതിപ്പെടണം, ഗൗരവമുള്ള വിഷയമാണ്, ഭീഷണിപ്പെടുത്തി വധഭീഷണി പോലെയുള്ള രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നിപ്പോൾ രാവിലെ പറവൂർ CIക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. പരാതിയിൽ അവർ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് 2 പേരാണെന്നാണ് നമ്മുടെ ഊഹം. കാരണം വ്യക്തമായിട്ട് നമ്മൾ കാണുന്നില്ല. അതെ, 2 പേരാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം രൂപത്തിലും എല്ലാത്തിലും 2 വ്യത്യാസമുണ്ട്. അപ്പോൾ 2 പേരാണെന്നാണ് നമ്മുടെ ഒരു നിഗമനം. സമൂഹ മാധ്യമങ്ങളിൽ റിനിക്കെതിരെ വലിയ ഭീഷണിയുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വളരെ ഞങ്ങളുടെ കുടുംബത്തെ ആകെ അപമാനിക്കുന്നതും അവഹേളിക്കുന്നതുമായ രീതിയിലും ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ എൻ്റെ മകൾ എന്താണ് ചെയ്തതെന്ന് ഇവരെല്ലാവരും പറയണം. എൻ്റെ മകൾ ഏതെങ്കിലും യുവ നേതാവിൻ്റെ പേരോ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. ഒരു അനുഭവം ഉണ്ടായത് പറഞ്ഞു. അങ്ങനെ ഈ രാജ്യത്ത് ഒരു പെൺകുട്ടിക്ക് തനിക്കുണ്ടായ ഒരു അനുഭവം പൊതുസമൂഹത്തോട് പറയാൻ കഴിയില്ല എന്നാണ് ഇവർ നിഷ്കർഷിക്കുന്നതെങ്കിൽ ഞങ്ങൾ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിനെ പിന്നിൽ നിൽക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞങ്ങളുടെ തല പോയാലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ തല എടുക്കണമെങ്കിൽ നിങ്ങൾ പറയണോടത്ത് ഞങ്ങൾ വരാം, തലയെടുത്തോ, ഒരു പ്രശ്നവും ഞങ്ങൾക്കില്ല. പക്ഷെ തല പോയാലും തല കുമ്പിട്ട് കുനിഞ്ഞു നിന്നുകൊണ്ട് പോകുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട, അതൊരാളും പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ ഇങ്ങനെയുള്ള ഭീഷണികൾ കൊണ്ടൊന്നും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു കളയാമെന്നൊന്നും ആരും കരുതണ്ട. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഇന്നലെ ഉണ്ടായ സംഭവം. അതിനെതിരെ നമ്മളിപ്പോൾ നിയമപരമായ പരാതിയിലേക്ക് കടന്നിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ഈയിടെ ഭീഷണികൾ, കമൻറ്റുകൾ വരുന്നുണ്ടായിരുന്നു. അതായത് നിനക്ക് പലിശ സഹിതം ഞങ്ങൾ തരും, തീർത്ത് കളയുമെന്നൊക്കെയുള്ള കമൻസ് ഉണ്ടായിരുന്നു. പക്ഷെ കമൻസിനെ ഞാൻ അങ്ങനെ വലിയ സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല. പക്ഷേ ഇന്നലെ ഇപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നു പോലും ഇത്തരത്തിൽ ആക്രോശിക്കും, അത് കുറച്ച് സീരിയസ് ആയിട്ട് കാണണം എന്നുള്ളത് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഞാനൊരു യുവ നേതാവിൻ്റെയോ പാർട്ടിയുടെ ഒന്നും പേര് പറഞ്ഞിട്ടില്ല. പിന്നെ അതിജീവിതകളായ പെൺകുട്ടികൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു സ്ത്രീ എന്നുള്ള നിലയിൽ നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഞാനങ്ങനെ പൊതുരംഗത്തൊക്കെ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ആ രീതിയിൽ ഇനിയും സ്ത്രീകൾക്കുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കും. അതിൻ്റെ പേരിൽ ഇപ്പം ഞാൻ കാരണമൊന്നും അല്ലല്ലോ ഈ പരാതി ഒന്നും വന്നിരിക്കുന്നത്. അതൊക്കെ അയാളുടെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ആ സപ്പോർട്ട് ഇനിയും ഉണ്ടാവും. അതിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തി ഒന്നും അങ്ങനെ മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു വ്യാമോഹം വേണ്ട. അങ്ങനെയൊന്നും ഭയക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ ഉള്ളതാണ്. അതിനെക്കുറിച്ച് വ്യക്തതയില്ല. അതൊരു വ്യക്തമായൊരു കാര്യമല്ലല്ലോ, നമുക്ക് ആ രീതിയിൽ പറയാൻ കഴിയില്ല. ഇതിപ്പോൾ ആരാണോ എന്താണെന്ന് നമുക്ക് വ്യക്തതയില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും ഇത്തരം പ്രവണതകൾക്ക് പിന്നിൽ നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യം, കൂടുതൽ ആളുകൾ പുറത്തു വരാതിരിക്കുക, ആരും ഇനി മിണ്ടാതിരിക്കുക.
എന്നുള്ളൊരു ഒരു ഒരു അപ്പോൾ ആ പരാതി പറഞ്ഞ ഒരാൾ അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും സംസാരിച്ച ഒരാളെ തട്ടിക്കളയും, തീർത്ത് കളയും എന്നുള്ള ഭീഷണിയൊക്കെ. അല്ല, കൊല്ലാൻ 4 സെക്കൻഡ് മതി എന്നുള്ളതാണ്. ആ രീതിയിലുള്ള 4 സെക്കൻഡ് പോലും അപ്പോൾ വേണ്ട. അതുകൊണ്ട് ആ രീതിയിൽ എന്തെങ്കിലും രീതിയിൽ ഇനിയുള്ള കാര്യങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ആളുകളിൽ നിന്ന് അത് തടഞ്ഞു നിർത്താം എന്നുള്ളൊരു കാര്യമാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. എന്തായാലും അത്തരം ഒരു ഭീഷണിക്ക് മുമ്പിലും വഴങ്ങുന്നവരല്ല ഞങ്ങൾ. ഞാനൊന്നും ആ രീതിയിൽ വളർന്നു വന്ന ഒരാളല്ല. അത്രയും തീവ്രമായ അനുഭവങ്ങളുടെയും അതിലൂടെ വന്ന ഒരാളാണ്. ഇത്തരക്കാർക്കൊന്നും നമ്മളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല. പിന്നെ തലയെടുക്കണമെങ്കിൽ തലയെടുത്തോ, ഒരു പ്രശ്നവും അതിലില്ല.